വിവാദങ്ങൾക്കിടെ പി.വി. അൻവർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. വിശദാംശങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ഇന്നത്തെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇന്നുണ്ടായിരുന്നത്. പി.വി. അൻവർ എം.എൽ.എയും മുഖ്യമന്ത്രിയുമായി ഏകദേശം 1 മണിക്കൂറിന് അടുത്തുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നടന്നത്. അതിനുശേഷമാണ് കൂടിക്കാഴ്ച പൂർത്തിയാക്കിയതിനു ശേഷം എം.എൽ.എ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും വലിയ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. വലിയ ശക്തമായ ആരോപണങ്ങളാണ് പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ചത്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അതോടൊപ്പം തന്നെ ADGP M.R. അജിത്തിനുമെതിരെയാണ് ശക്തമായ ആരോപണം ഉണ്ടായത്. വലിയ രീതിയിലുള്ള സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങൾ, കൊലപാതകങ്ങൾ അടക്കമുള്ള ആരോപണങ്ങൾ ഒക്കെ ഇതിലുണ്ടായിരുന്നു. അത്രത്തോളം ശക്തമായ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൃത്യമായി നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതിനെതിരെ നടപടിയെടുത്തിരുന്നു. അതായത് M.R. അജിത്തിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ അന്വേഷണം ഉണ്ടായിരുന്നിട്ട് പോലും ഈ വിഷയത്തിൽ ഒരു കടുത്ത ഒരു നിലപാട് എടുത്തിരുന്നില്ല. കാരണം പ്രധാനമായും ഈ വിഷയത്തിൽ, അതായത് ഈ ആരോപണങ്ങളിൽ ഇതിന് നടപടി എടുക്കുന്നതിന് പകരം പ്രത്യേകിച്ചും അന്വേഷണം മാത്രമാണ് നടത്തിയിരുന്നത്. ഈ അന്വേഷണത്തിൽ മാത്രം കൊണ്ട് തീരുമാനമാകില്ല എന്നുള്ള ഒരു സൂചനയാണ് ലഭിച്ചിരുന്നത്. അതായത് ഈ വിഷയത്തിൽ കൃത്യമായ നടപടി വേണം. അതിന് ക്രമസമാധാന ചുമതലയിൽ നിന്നും M.R. അജിത്തിനെ മാറ്റി നിർത്തണം എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പി.വി. അൻവർ M.L.A വലിയ എതിർപ്പുമായി നിന്നത്. ഈ ഘട്ടത്തിൽ ഏത് തരത്തിലായിരിക്കും കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുക എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയെ കൂടി കണ്ടതിനു ശേഷം ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇനി ശക്തമായ നടപടി നേരിടേണ്ട ഒരു സാഹചര്യമാണ് M.R. അജിത് കുമാറും അതോടൊപ്പം പി ശശി അടക്കമുള്ളവരുള്ളത്. എന്നാലും പാർട്ടി നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഒരു തീരുമാനം പി ശശിക്കെതിരെ ഉണ്ടായിട്ടില്ല. അതുപോലെ M.R. അജിത്തിനെതിരെയും അത്രത്തോളം കടുത്ത നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. ഏതായാലും ഇനി വളരെ വൈകാതെ തന്നെ കൃത്യമായി നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും അതിന് വരും സമയങ്ങളിൽ മാത്രമാണ് അത് വ്യക്തമായി അറിയാൻ സാധിക്കുക. തീർച്ചയായും വിഷ്ണു, എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് തന്റെ കയ്യിൽ തെളിവുകളുണ്ട്, ഇത് സർക്കാരിന് സമർപ്പിക്കുമെന്ന രീതിയിലൊക്കെ പി.വി. അൻവർ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ പി.വി. അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? ഇതുവരെയും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പി.വി. അൻവർ M.L.A പറയുന്നത്. കൃത്യമായ തെളിവ് തന്റെ പക്കലുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. SP സുജിത് ദാസ് അദ്ദേഹത്തിന് ഫോൺ സംഭാഷണം വഴി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് പല വിഷയങ്ങളാണ്. അതായത് ഈ ഉയർന്ന ഉദ്യോഗസ്ഥനെതിരെ വലിയ ശക്തമായ ആരോപണം തന്നെയാണ് ഈ സുജിത് ദാസ് നൽകിയിരിക്കുന്നത്. ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ തെളിവുകളായി തന്നെ ഇതിന് അനധികൃത സ്വത്ത് സമ്പാദനം എന്ന പേരിൽ M.R. അജിത്തിനെതിരെ ശക്തമായ ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. അദ്ദേഹം കൗടിയാറിൽ നിർമ്മിക്കുന്ന വീടിന്റെ ചിലവ് കാര്യങ്ങളും ഒക്കെ പുറത്തു പറഞ്ഞത്. കോടികൾ ചിലവാക്കി പണിയെടുപ്പിക്കുന്ന വീട്, അല്ലെങ്കിൽ അവിടെ വസ്തു വാങ്ങി നടക്കുന്നുള്ള കാര്യങ്ങൾ, അത് ഒരിക്കലും വളരെ ചെറിയ ഈ ജോലിയിൽ ഇരുന്നുകൊണ്ട് സാധിക്കില്ല. അത് അഴിമതിയുടെ ഭാഗം തന്നെയാണെന്നുള്ള അടക്കം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കുമ്പോൾ പോലും ഇനിയും തന്റെ പക്കൽ കൂടുതൽ തെളിവുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തുവിടാനുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനിയും നിരവധി ബോംബുകൾ പൊട്ടിക്കാനാണ് ഈ M.L.A ഒരു ഭാഗത്തുനിന്നുണ്ടാവുന്ന തീരുമാനം. ഏതായാലും വലിയ ഒരു വിമർശനവും ഒരു വലിയ ആരോപണവും എല്ലാം ഉയർന്നു വരുന്ന ഒരു ഘട്ടം തന്നെയാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ പലരും കുടുങ്ങുമെന്നുള്ളൊരു ചൂണ്ടിക്കാട്ടലാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഏതായാലും M.R. അജിത്തിനെതിരെയും അതോടൊപ്പം തന്നെ ഈ പി ശശിക്കെതിരെയും കടുത്ത രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. ഇതിൽ വ്യക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. തീർച്ചയായും വിഷ്ണു, എന്തായാലും നമുക്ക് നേരത്തെ പറയുന്നത് പോലെ തന്നെ M.R. അജിത്തിനെതിരെ വലിയ